ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ന്യൂ ഇയർ കാണാൻ പോയ ചാവക്കാട് ബീച്ചിലേക്ക് പോണ വഴിയാണ് നിങ്ങൾ കാണുന്നത്. അത്രയും ബ്ലോക്കാണ്, വണ്ടികൾ പോലും നീങ്ങുന്നില്ല. കുറേ നേരം ബ്ലോക്കിങ് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഒരു വിധത്തിൽ ബീച്ചിലെത്തി ഗൈസ്. എന്തിനാ തിരക്ക് ബീച്ചിൽ. ന്യൂ ഇയർ അല്ലെങ്കിലും ഈ ചാവക്കാട് ബീച്ചിൽ എന്നും തിരക്കാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് നടന്നു. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് രാത്രി കടൽ കാണാൻ കൂടുതൽ ഇഷ്ടം. കാരണം അവിടെ നല്ല ബ്യൂട്ടിഫുള്ളായ പല പല കളറുകൾ കാണും. എനിക്ക് അങ്ങനത്തെ കളറ് ലൈറ്റുകളൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. എൻ്റെ ഉപ്പ അവിടെ ഒരു വലിയപ്പനായിട്ട് സംസാരിച്ച് നിൽക്കണ കണ്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാരെ കാണുന്നില്ല ഗൈസ്. അപ്പം എൻ്റെ ഫോൺ നമ്പർ ഇപ്പപ്പ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉപ്പച്ചി ഉപ്പപ്പാടെ വിളിക്കണം. അപ്പം ആൾക്കാരെ കിട്ടി. അങ്ങനെ ഗൈസ്, ബീച്ചിലത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടോ? സാന്റാക്ലോസ് വരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയ സാന്റാക്ലോസ്. അവിടെ ഡീജെ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഡീജെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അപ്പൂപ്പൻ്റെ ഒക്കെ എടുത്തു. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പച്ചിയോട് പറഞ്ഞു എനിക്കത് മേടിച്ചാൽ ഉപ്പച്ചി പറഞ്ഞു മേടിച്ചില്ല എന്ന് പറഞ്ഞു. വായിച്ചു ബീച്ചിലത്തെ ജനക്കൂട്ടങ്ങൾ നിങ്ങൾ കണ്ടില്ല ഗൈസ്. എന്തോരാണ് തിരിയാൻ തന്നെ സ്ഥലമില്ല അവിടെ. ചിലവരൊക്കെ പായയും കൊണ്ടിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് വന്നേക്കണം. എന്നിട്ട് പായ നിലത്ത് പിടിച്ചിട്ടിട്ട് അവിടെ കടക്കിട്ട് അവർ. ഞങ്ങൾ കുറേ നേരം കാഴ്ചകൾ കണ്ടു. ബീച്ച് ഫുള്ള് ചുറ്റി തിരിഞ്ഞു, കാഴ്ചകളൊക്കെ ഫുള്ള് കണ്ടു. എവിടെ നോക്കിയാലും കളിപ്പാട്ടം. നടന്ന് എൻ്റെ കാല് കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു ഭാഗത്ത് ഇരിപ്പായിട്ടോ. എനിക്ക് ഉറക്കാൻ വരണുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാട് പറഞ്ഞ് ഒരു തുള്ളി ചായ മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഉപ്പ പറഞ്ഞ് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി കടയ്ക്ക് പോയി. ഞങ്ങളെന്താ പോവാണ്ടിരുന്നതെന്നറിയോ? ഭയങ്കര തിരക്കാണ്. പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഉപ്പച്ചി ഇടയിൽ കൂടെ എടുത്ത് വരും. ഞാൻ കാത്തിരിക്കാനും പനായിട്ട് ഉറങ്ങാണ്ട്. ഇനി കുറച്ചു നേരം നമുക്കിനി ബീച്ചിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. എല്ലാവരും കാത്തിരുന്ന സമയം എത്തിക്കഴിഞ്ഞു ഗൈസ്. നമ്മളെ ന്യൂ ഇയർ ആയി ഗൈസ്. പാപ്പാനിയെ കത്തിക്കാൻ പാപ്പാനിയെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതാ എല്ലാവരും എണിച്ചെന്ന്. എനിക്കൊന്നും കാണാനില്ല. ഞാൻ എന്ത് ചെയ്തതാണ്? എൻ്റെ പച്ചയുടെ ഒക്കത്ത് കയറിയിരുന്നു. അങ്ങനെ പാപ്പാനിയെ കത്തിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഒരു കാട്ടിരിപ്പിനും കൂടി നമ്മൾ ഒരു വർഷം കഴിഞ്ഞു ഗൈസ്. 2025 കഴിഞ്ഞു. ഇപ്പോൾ 2026 ഗൈസ്. ഈ കൊല്ലം എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.